Hi friends, in this video we will discuss the chapter polynomials. First, geometrical meaning of the zeros of a polynomial, then relationship between zeros and coefficients of a polynomial, then division algorithm for polynomials. These topics are discussed. We will 9th standard polynomials detail. Now, geometrical meaning of the zeros of a polynomial. നോക്കാം. അപ്പോൾ ഈ ടോപ്പിക്കിൽ നമുക്ക് വേണ്ട പോളിനോമിയൽസിൽ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒന്ന് ഓർത്തെടുക്കാം. അപ്പോൾ പോളിനോമിയൽസ് എന്താ, അതിൻ്റെ ടൈപ്സ് ഓഫ് പോളിനോമിയൽസ്, പിന്നെ ജനറൽ ഫോം ഓഫ് പോളിനോമിയൽ, പിന്നെ ഡിഗ്രി എങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത്, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ്, അതൊക്കെയാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ പോളിനോമിയൽ ഇൻ വൺ വേരിയബിൾ എടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് വരിക? കോഎഫിഷ്യൻറ്റ് ഇൻറ്റു വേരിയബിൾ റൈസ് ടു ഹോൾ നമ്പർ എന്ന ഫോമിലല്ലേ പോളിനോമിയൽ വരാം. അതായത് ഇപ്പം നമ്മൾ ഒരു 3x+1 എടുത്ത് നോക്കിയാൽ അതിൽ 3x എന്നത് ഒരു ടേമാണ്, 1 എന്നത് വേറൊരു ടേമാണ്. അപ്പോൾ 3x മാത്രം, ആ ഒരു ടേം മാത്രം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ 3 എന്താ, 3 കോഎഫിഷ്യൻ്റാണ്. എക്സിന് നമ്മൾ വേരിയബിൾ എന്നും പറയും. എക്സിൻ്റെ പവർ എന്താ, 1. അപ്പോൾ ആ 1 ഹോൾ നമ്പറാണ്. അപ്പോൾ അത് വരുന്നത് കോഎഫിഷ്യൻറ്റ് ഇൻറ്റു വേരിയബിൾ റൈസ് ടു ഹോൾ നമ്പർ. ഇനി x⁻², അത് പോളിനോമിയലാണോ? അല്ല, കാരണം അതിൻ്റെ പവർ ഹോൾ നമ്പർ അല്ല. 1+√x √x എന്ന് വരുമ്പോൾ x⁻²² വരും, അതും പോളിനോമിയലല്ല. 3√x = എന്താ പറയുക, x⁻⁴, അതും പോളിനോമിയലല്ല. പോളിനോമിയലാണെങ്കിൽ അതിൻ്റെ പവർ, എക്സിൻ്റെ വേരിയബിളിൻ്റെ പവർ ഹോൾ നമ്പർ ആയിരിക്കണം. അപ്പോൾ നമുക്ക് പോളിനോമിയൽ ഇൻ വൺ വേരിയബിളിൻ്റെ ടൈപ്സ് നോക്കാം. ലീനിയർ പോളിനോമിയൽ, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, ക്യൂബിക് പോളിനോമിയൽ, ഇങ്ങനെ 3 ടൈപ്സ് ഓഫ് പോളിനോമിയൽസ് ആണ് ഉള്ളത്. അപ്പോൾ ആദ്യം ലീനിയർ പോളിനോമിയൽ നോക്കാം. അതിൽ 4x+2. അപ്പോൾ 4x⁻1+2 എന്നല്ല വരിക, എക്സിൻ്റെ പവർ 1 ആണ്. അപ്പോൾ ഇവിടെ ഡിഗ്രി എത്രയാണ് കിട്ടുക നമുക്ക്? 1 ആണ്. ഡിഗ്രി എന്ന് പറയുന്നത് ഹയസ്റ്റ് പവർ ഓഫ് വേരിയബിൾ ഇൻ പോളിനോമിയലാണ്. ലീനിയർ പോളിനോമിയലിൽ അതിൻ്റെ ഡിഗ്രി എപ്പോഴും 1 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ജനറൽ ഫോം എങ്ങനെയാണ്? ax+b where a is not equal to 0. ഇനി ക്വാഡ്രാറ്റിക് പോളിനോമിയൽ നോക്കാം. എക്സാമ്പിൾ 4x² + 3x+2. ഇവിടെ നമുക്ക് എത്ര ഫോമിൽ കിട്ടും? 4x² ഒരു പോളിനോമിയലാണ്, 4x² + 3 ഒരു പോളിനോമിയലായിട്ട് നമുക്ക് എടുക്കാം, x² ഒരു പോളിനോമിയലാണ്, x² + 2 ഒരു പോളിനോമിയലാണ്. ഇത് നമുക്ക് 4 ടൈപ്സ് പോളിനോമിയലായിട്ട് എടുക്കാം. അതുകൊണ്ടാണ് ഇത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി എപ്പോഴും എന്തായിരിക്കും? 2 ആയിരിക്കും. ഹയസ്റ്റ് പവർ ഇവിടെ 3x ഉണ്ട്, 4x⁻² ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹയസ്റ്റ് പവർ, വേരിയബിളിൻ്റെ ഹയസ്റ്റ് പവർ ഏതാ? 2 ആണ്. അപ്പോൾ അതിൻ്റെ ഡിഗ്രി 2 ആണ്. അപ്പോൾ ഇതിൻ്റെ ജനറൽ ഫോം എങ്ങനെയാണ്? ax² + bx + c where a is not equal to 0. a എന്താ? a കോഎഫിഷ്യൻറ്റ്. അതായത് അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഒരിക്കലും 0 ആവാൻ പാടില്ല. അപ്പോൾ നമുക്ക് ക്യൂബിക് പോളിനോമിയൽ നോക്കാം. 4x³ + 3x² + 2x + 1. ഇവിടെ ഡിഗ്രി ഏതാ? ഹയസ്റ്റ് പവർ ഓഫ് വേരിയബിൾ ഏതാ? 4x³ അല്ലേ? 4x³ ഉണ്ട്, x² ഉണ്ട്, x ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹയസ്റ്റ് പവർ 3 ആണ്. അപ്പോൾ ക്യൂബാണ്. അപ്പോൾ ഡിഗ്രി 3 ആണ്. അപ്പോൾ ഇതിൻ്റെ ജനറൽ ഫോം എങ്ങനെയാണ്? ax³ + bx² + cx + d where a is not equal to 0. അപ്പോൾ നമുക്ക് വാല്യൂ ഓഫ് പോളിനോമിയൽ അറ്റ് x = k നോക്കാം. അപ്പോൾ ഒരു പോളിനോമിയൽ px = 3x + 2 ആണെങ്കിൽ അതിൻ്റെ x = xന് നമ്മൾ 1 വാല്യൂ 1 കൊടുത്താൽ x = 1 ആണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? p1 = 3 × 1 + 2 where pk = 3k + 2. ഇനി നമുക്ക് സീറോസ് ഓഫ് പോളിനോമിയൽ നോക്കാം. ഒരു പോളിനോമിയൽ px = 4x + 3 ആണെങ്കിൽ വാല്യൂ ഓഫ് x at which given px will become 0 called zero of polynomial. എക്സിൻ്റെ ഏത് വാല്യൂവിലാണ് നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയൽ 0 ആവുന്നത്, അതാണ് സീറോ ഓഫ് പോളിനോമിയൽ എന്ന് പറയുന്നത്. അതായത് 3x + 2 = 0 ആണെങ്കിൽ
നമ്മളിങ്ങനെ എടുക്കും എക്സ് ഈക്വൽ ടു -2/3. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? സീറോ ഓഫ് പൊളിനോമിയൽ എന്താ? -2/3 ആണ് സീറോ ഓഫ് പൊളിനോമിയൽ. ഇനി നമുക്ക് ജിയോമെട്രിക് മീനിങ് ഓഫ് ദി സീറോസ് ഓഫ് എ പൊളിനോമിയൽ നോക്കാം. ഈ സീറോസ് ഓഫ് പൊളിനോമിയലിൽ ജിയോമെട്രിക്കലി എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാമെന്നാണ് ഇതിൽ നോക്കുന്നത്. ഗ്രാഫിക്കലിയാണ് നമ്മളിത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഗ്രാഫിലാണ് നമ്മളിത് വരച്ചെടുക്കുക. അപ്പോൾ വാല്യൂ ഓഫ് സീറോസ് ഓഫ് ദ പൊളിനോമിയൽ എന്താ? വാല്യൂസ് ഓഫ് എക്സ് അറ്റ് വിച്ച് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഒരു പൊളിനോമിയൽ എടുത്ത് നോക്കാം. പി എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2. അപ്പോൾ ഇവിടെ വൈ ഈക്വൽ ടു എന്ത് വരും? എക്സ് പ്ലസ് 2. അപ്പോൾ എക്സ് വൈ നമ്മൾ ടേബിൾ ഉണ്ടാക്കുക. 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ടല്ലോ ടേബിൾ ഉണ്ടാക്കുക. എക്സ് വൈ. അപ്പോൾ എക്സ് 0 ആണെങ്കിൽ വൈ 2 ആയിരിക്കും. എക്സ് -2 ആണെങ്കിൽ വൈ 0 ആയിരിക്കും. എന്നാൽ 0, 2, -2, 0 എന്ന 2 കോർഡിനേറ്റ്സ് ആണ് കിട്ടുക. ഇത് നമുക്ക് ഗ്രാഫ് വരച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫിൻ്റെ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചെടുക്കാം. പിന്നെ അത് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുക? 0, 2, -2, 0 എന്ന 2 പോയിൻറ്റ്സ് ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് 0, 2 എവിടെയാണ്? 0 എക്സിൽ 0 പിന്നെ വൈയിൽ 2. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി -2, 0 എക്സിൽ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ഇത് എക്സിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0 വേർ എക്സ് ഈക്വൽ ടു -2. -2 ആണ് സീറോ ഓഫ് ദ പൊളിനോമിയൽ. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ എക്സിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് സീറോസ് ഓഫ് ദ പൊളിനോമിയൽ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിൽ -2, 0 ആണ് എക്സിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് -2 ആണ് സീറോസ് ഓഫ് എ പൊളിനോമിയൽ. Zeros of a polynomial in geometrical meaning the x coordinate of point at which graph of polynomial cuts x axis. നമുക്ക് ഗ്രാഫിൽ തന്നെ ഒരു കേർവ് വരച്ച് നോക്കാം. എക്സിൻ്റെ സൈഡായിട്ട് ഒരു കേർവ് വരച്ച് നോക്കാം. അപ്പോൾ ഇതിൽ എത്ര ടൈംസ് ഇത് എക്സിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്? എക്സ് ലൈനിനെ എത്ര ടൈംസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്? 1, 2, 3 ടൈംസ് ഇത് 3 പോയിൻറ്റ്സിൽ ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് 3 പോയിൻറ്റ്സിൽ ഇത് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ 3 സീറോസ് ഓഫ് പൊളിനോമിയൽസ് ആണ് ഉള്ളത്. ഇനി ഒരു കേർവ് ഇങ്ങനെ വരച്ച് നോക്കാം. അപ്പോൾ ഇതിൽ എത്ര ടൈംസ് ആണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുള്ളത് അല്ലെങ്കിൽ എക്സ് ലൈനിനെ കട്ട് ചെയ്യുന്നുള്ളത്? 2 പോയിൻറ്റ്സിലാണ്. അപ്പോൾ ഇതിൻ്റെ സീറോസ് ഓഫ് പൊളിനോമിയൽ 2 ആണ്. എ പൊളിനോമിയൽ ഓഫ് ഡിഗ്രി n the graph of y equal to polynomial intersect x-axis at almost n points. Therefore, a polynomial of degree n has almost n zeros. ax plus b where a is not equal to 0. Linear polynomial degree ax plus b where a is not equal to 0 ആണ്. അതിൻ്റെ ഡിഗ്രി 1 ആയിരിക്കും. x-axis 1 point. അപ്പോൾ അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് 1 പോയിൻറ്റിലായിരിക്കും. ഇനി ക്വാഡ്രാറ്റിക് പൊളിനോമിയൽ ax² + bx + c ആണ്. a ഈസ് നോട്ട് ഈക്വൽ ടു 0 എന്നാണല്ലോ. ഡിഗ്രി 2 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ മാക്സിമം 2 ആയിരിക്കും ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റ്. അപ്പോൾ അതിൻ്റെ സീറോസ് ഓഫ് പൊളിനോമിയൽ 2 ആയിരിക്കും ആൻഡ് മിനിമം 0 ആയിരിക്കും. ഇനി നമ്പർ ഓഫ് സീറോസ് ഓഫ് പൊളിനോമിയൽ ഈക്വൽ ടു നമ്പർ ഓഫ് പോയിൻറ്റ്സ് അറ്റ് വിച്ച് ഗ്രാഫ് ഓഫ് പൊളിനോമിയൽ ഇൻ്റർസെക്റ്റ് എക്സ് ആക്സിസ്. സീറോസ് ഓഫ് പൊളിനോമിയൽ നമ്പർ ഓഫ് സീറോസ് ഓഫ് പൊളിനോമിയൽ ഈക്വൽ ടു എത്ര പോയിൻറ്റ്സിലാണോ ഗ്രാഫിൽ എക്സ് ആക്സിസിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് അത്രയും പ്രാവശ്യമായിരിക്കും അതിൻ്റെ സീറോസിൻ്റെ നമ്പർ. ഇനി നമുക്ക് എക്സാമ്പിൾ 1 നോക്കാം. ലുക്ക് അറ്റ് ദ ഗ്രാഫ്സ് ഇൻ ഫിഗർ ആൻഡ് ഗിവൺ ബിലോ. ഈച്ച് ഈസ് ദ ഗ്രാഫ് ഓഫ് y ഈക്വൽ ടു px where px is a polynomial. For each of the graphs find the number of zeros of polynomial. അപ്പോൾ ഈ ഗ്രാഫ്സിനെ നോക്കിയിട്ട് അതിൻ്റെ സീറോസ് ഓഫ് പോളിനോമിയൽ ഫൈൻഡ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യത്തെ ഗ്രാഫ് നമുക്ക് നോക്കാം. ഇതിൽ എത്ര പ്രാവശ്യമാണ് എക്സ് ലൈനിനെ എക്സ് ആക്സിസിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുള്ളത്? 1 പോയിൻറ്റിലാണ്. അപ്പോൾ അതിൻ്റെ 0 1 ആണ്. ഇനി നെക്സ്റ്റ് സെക്കൻഡ് 1 നോക്കിയാൽ ഇതൊരു കേർവ് ആണല്ലേ. ഇതിൽ എത്ര ടൈംസ് ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്? എക്സ് ആക്സിസിനെ 2 പോയിൻറ്റ്സിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സീറോസ് എങ്ങനെയാണ് വരിക? 2 ആണ്. ഇതിൻ്റെ സീറോസ് ഓഫ് പോളിനോമിയൽ 2 ആണ്. ഇനി തേർഡ് ഗ്രാഫ് നോക്കിയാലോ. തേർഡ് ഗ്രാഫിൽ 1, 2, 3
3 പോയിൻറ്റ്സിൽ ഇത് എക്സ് ആക്സിസിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സീറോസ് ഓഫ് പോളിനോമിയൽ 3 ആണ്. ഇനി ഫോർത്ത് വണ്ണിലോ, ഫോർത്തിൽ 1 ടൈമാണ് ഇത് എക്സ് ആക്സിസിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ 0 1 ആണ്. ഫിഫ്ത്ത് വണ്ണിലോ ഇതിലും 1 ടൈമാണ് ഇത് എക്സ് ആക്സിസിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ സീറോസ് ഓഫ് പോളിനോമിയലും 1 ആണ്. ആൻഡ് സിക്സ്ത് വണ്ണിൽ 1 2 3 4 ഇതിൽ 4 ടൈംസ് ഇത് എക്സ് ആക്സിസിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സീറോസ് ഓഫ് പോളിനോമിയൽ 4 ആണ്. ഇനി എക്സസൈസ് 2.1 നോക്കാം. ദ ഗ്രാഫ് ഓഫ് y ഈക്വൽ ടു px ആർ ഗിവൺ ഇൻ ഫിഗർ ബിലോ ഫോർ സം പോളിനോമിയൽസ് px. ഫൈൻഡ് ദ നമ്പർ ഓഫ് സീറോസ് ഓഫ് px ഇൻ ഈച്ച് കേസ്. അപ്പോൾ ആദ്യത്തെ നോക്കാം. ആദ്യത്തെ ഇതിൽ എത്ര ടൈംസ് ഇത് എക്സ് ആക്സിസിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്? ഇത് എക്സ് ആക്സിസിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതേ ഇല്ല. അപ്പോൾ ഇതിൻ്റെ സീറോസ് ഓഫ് പോളിനോമിയൽ എത്രയാണ്? 0. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോ സെക്കൻഡ് വണ്ണിൽ ഇത് 1 ടൈം എക്സ് ആക്സിസിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സീറോസ് ഓഫ് പോളിനോമിയൽ 1 ആണ്. തേർഡ് കേസിൽ ഇത് 1 2 3 പോയിൻറ്റ്സിൽ ഇത് എക്സ് ആക്സിസിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സീറോസ് ഓഫ് പോളിനോമിയൽ 3 ആണ്. ഇനി ഫോർത്ത് കേസിലോ 2 ടൈംസ് ഇത് എക്സ് ആക്സിസിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സീറോസ് ഓഫ് പോളിനോമിയൽ 2. ഫിഫ്ത്ത് കേസിലോ 1 2 3 4 ടൈംസ് ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ സീറോസ് ഓഫ് പോളിനോമിയൽ 4 ആണ്. സിക്സ്ത് വണ്ണിലോ 1 2 3 ടൈംസ് എക്സ് ആക്സിസിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ സീറോസ് ഓഫ് പോളിനോമിയൽ 3 ആണ്.